ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ചെറിയൊരു കുഞ്ഞു പൂന്തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടികളൊന്നും ഇല്ല, അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ. അപ്പോൾ അതുപോലെ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് തന്നോളൂ കേട്ടോ. അപ്പോൾ ചില ചെടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, പിന്നെ വെയിലിൻ്റെ ചൂടും ഒക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളവിടെ ഭയങ്കര വെയിലായതോ, ഈ ചെടി വെച്ച് ഈ ഭാഗത്തൊക്കെ അധികം വെയിലുണ്ട് കേട്ടോ. രാവിലെ കുറച്ച് നേരം ഉണ്ടാവില്ല, പിന്നെ ഒരു 10 മണിക്ക് ശേഷം ഭയങ്കര വെയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ചെടികളൊക്കെ നശിച്ചു പോകുന്നുണ്ട്. പിന്നെ ഞാൻ അധികം കടയിൽ നിന്ന് വാങ്ങുന്ന ചെടികളൊന്നും അല്ല കേട്ടോ, 1-2 ചെടികൾ മാത്രമാണ് കടയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അധിക ചെടികളും ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കഷ്ണം പൊട്ടിച്ച് കണ്ട് ഇവിടെ വന്നിട്ട് ഓരോ ചട്ടിയിലാക്കിയിട്ട് കുഴിച്ചിടും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ. പിന്നെ അധിക ചെടികളെ പേരൊന്നും എനിക്കറിയത്തില്ല, കാണുമ്പോൾ ഭംഗി തോന്നുമ്പോൾ ഞാനതെടുത്ത് ഇവിടെ വന്ന് കുഴിച്ചിടും. അധികം പൂക്കൾ വരുന്ന ചെടികളൊക്കെ കുറവാട്ടോ എൻ്റെ അടുത്ത്. ഇങ്ങനെ വെറൈറ്റി ലീഫ് ആയിട്ടുള്ള ചെടികളാണ് അധികം എൻ്റെ അടുത്തുള്ളത്. ഇതൊക്കെ ഞാനിപ്പോൾ കുഴിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തളിർത്ത് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ലീഫിൻ്റെ ഒരു ചെടികളാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും കാണാറുള്ളത്. ഇത് ആന്തൂറിയാണ്. ആന്തൂറി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതുമേലൊക്കെ പൂക്കളൊക്കെ ഇട്ടിരുന്നു, ഇപ്പോൾ വല്ലാണ്ട് പൂ വിരിയലില്ല. പിന്നെ അതുപോലെ ഒരുപാടെന്ന് പറയാനൊന്നും ചെടികളില്ല കേട്ടോ, കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് പിന്നെ അടീനിയ, ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചെടികളൊന്നാണ് കേട്ടോ. ഇതുമ്പോൾ പിന്നെ എല്ലാ മാസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ വിരിയും. പിന്നെ അതുപോലെ ഇത് നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനൊന്ന് കട്ട് ചെയ്തതാണ്, പിന്നെ ഒന്ന് തളിർത്ത് വന്നതാണ് കേട്ടോ ചെടി. എൻ്റെ അടുത്തുള്ള ഈ അടീന ഒരു പിങ്ക് കളർ പൂവാണ് കേട്ടോ. പിന്നെ ഈ ചെടികളൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, എല്ലാവരും വീട്ടിലും ചിലപ്പോൾ നിലത്തായിരിക്കും നട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ചെടികളാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചട്ടിയിൽ തന്നെ നിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതും ഒരുപാട് തിങ്ങി ഇലകളുണ്ടാവും, പക്ഷേ ഇതിപ്പോൾ എന്താ അറിയില്ല, ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് അറിയില്ല, ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതുമ്പോൾ ചെറിയ കുഞ്ഞി കായ്കളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇതൊരു ബാമ്പു ചെടിയാണ് കേട്ടോ, എന്താ അതിൻ്റെ പേരെന്ന് ശരിക്കും എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എവിടെയോ പോയി വന്ന് കണ്ടപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്താണ്. അതുപോലെ ഈ ഒരു പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ലീഫ് തൊടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വെൽവെറ്റിൻ്റെ ഒരു മോഡലായിട്ട് തോന്നിപ്പോകും. അത്ര വളരെ അടിപൊളിയാണ്. പിന്നെ കളർ കോമ്പിനേഷൻ ആയാലും നല്ല രസമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ ഇത് 3 വെറൈറ്റി കളറുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് നല്ലൊരു പച്ചയായിട്ടും, പിന്നെ ഒരു ലൈറ്റ് പച്ചയായിട്ടും, അതുപോലെ ഈ പച്ച കളറുമ്പോൾ ഒന്നൊരു ചുവപ്പ് ഷെയ്ഡായിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഞാൻ ഈ ചെടികൾക്കൊന്നും കടകളിൽ നിന്നുള്ള വളമൊന്നും ഇട്ടെടുക്കാറില്ല കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ നമ്മളെ പച്ചക്കറിൻ്റെ വേസ്റ്റ്, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ഞാനൊരു ഡബ്ബയിൽ ഇങ്ങനെ എല്ലാ വേസ്റ്റും, ഇപ്പോൾ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ആയാലും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ആയാലും ഒക്കെ എല്ലാതും കൂടെ അതിലിട്ടിട്ട് കുറേ കഴിയുമ്പോൾ അത് വളമായിട്ട് മാറുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ചെടികൾക്കൊക്കെ വളം ഇട്ട് കൊടുക്കൽ കേട്ടോ. പിന്നെ ഈ ചെടികൾക്കിടയിലൊക്കെ ചെറിയ പുല്ല് മാതിരിയൊക്കെ നിങ്ങൾക്ക് തോന്നും, പുല്ലുണ്ട് ഇല്ല എന്നല്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ഒരു പല ടൈപ്പ് കളറുള്ളൊരു പൂവുണ്ട് കേട്ടോ, ടൊറൈനിയാണോ അങ്ങനെ എന്തോന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ കടയിൽ വാങ്ങുമ്പോൾ ഒരു തൈന് 30 രൂപ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ ഇവിടെ തനാലെ അത് ഉണ്ടായി വന്നിട്ടുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. ചെടികൾക്കിടയിൽ ഒരുപാടുണ്ടാകും ഒരു ചെടി, പക്ഷെ അത് പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ലഭിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ അടുത്തുള്ളത് ചൈനീസ് ബാൾസം എന്ന് പറയും, ഞങ്ങളിവിടെ പോപ്പിച്ചെടി എന്ന് പറയും കേട്ടോ. അത് പല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറുണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റും കൂടിയാണ്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ ചൈനീസ് ബാൾസം, ഞാനിവിടെ പറയുന്നത് പോപ്പിച്ചെടി എന്നാണ് കേട്ടോ ഞങ്ങളിവിടെ പറയുന്നത്. പലരുടെ നാട്ടിലും പല പേരാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കുറവായിട്ടുണ്ട്, ആകെ 3-4 കളേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് പൂക്കൾ വരുമ്പോൾ അടിപൊളിയായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിൽ തന്നെ വിത്തുണ്ട്, വിത്ത് ചാടിയിട്ട് ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് വരും. പിന്നെ പൂക്കൾ വിരിയുന്നതിൽ എൻ്റെ അടുത്ത് ഓർക്കിഡാണുള്ളത് കേട്ടോ. അപ്പോൾ ഓർക്കിഡ് ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല, ഇതുപോലെ ഇങ്ങനെ തൈകൾ കിട്ടുമ്പോൾ കുഴിച്ചിടുന്നതാണ്. അതുപോലെ പല ടൈപ്പ് ഓർക്കിഡ് കൊണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓർക്കിഡിൽ എൻ്റെ അടുത്ത് ആകെ 3 ടൈപ്പ് കളറുള്ളൂ. ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നു, അത് ഇതുപോലെ നശിച്ചു പോയി.
എൻ്റെ അടുത്തൊരു വയലറ്റും അതുപോലെ ഒരു പിങ്ക് കളറുമ്മൽ ഒരു ക്രീം കളറായിട്ട് ചേർന്നിട്ടുള്ളൊരു പൂ ഓർക്കിഡും ഉണ്ട്. അതുപോലെ ഒരു വൈറ്റ് ഓർക്കിഡും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഓർക്കിഡിൻ്റെ തൈകളുണ്ട് ഇതിലൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ പിരിച്ച് കുഴിച്ചിട്ടാട്ടോ പല ചട്ടികളിലായിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു കുഞ്ഞു ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.